ചാപ്റ്റർ നമ്പർ 19. സത്യം പറഞ്ഞാൽ ഇന്നലെ മറന്നുപോയി. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ഉടുപ്പിട്ട് വരണം എന്ന് പറയാൻ മറന്നുപോയി. കുഞ്ഞാടിൻ്റെ കല്യാണമാണ് പറയാൻ വിട്ടുപോയി. ഏതായാലും ഒരുവിധം കൊള്ളാവുന്ന രീതിയിൽ എല്ലാവരും വന്നിരിക്കുന്നത്. ഇന്ന് കല്യാണമാണ്. അടുത്ത ആൾ പറ, ഇന്ന് കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. ഇന്ന് കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ ഓവർവ്യൂ ബുക്ക് എടുക്കുക. ചാപ്റ്റർ നമ്പർ 19, ഇംഗ്ലീഷിൽ 43. And C segment, outline of the 7 segments. Number 1, the multitude in heaven praises God for judging Babylon. ബാബിലോണിനെ ന്യായം വിധിച്ചതിന് സ്വർഗത്തിൽ വലിയൊരു പുരുഷാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോഴും തീർന്നിട്ടില്ല. ആദ്യമേ പറഞ്ഞു ഇവിടേക്ക് അപ്പോസ്തലന്മാരും പ്രവാചകരും നിങ്ങളൊക്കെ ഇവിടെ സന്തോഷിച്ചോളാൻ പറഞ്ഞു. മുകളിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അടുത്തത് ദ മാരേജ് സപ്പർ ഓഫ് ദ ലാം, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന്. Number 3, the rider on the white horse, the second coming of Christ. വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ ക്രിസ്തുവിന് രണ്ടാം വരവ്. കാത്തിരുന്ന യേശു രണ്ടാമത് വരുന്ന രംഗമാണ് 3. 4, the armies of heaven follow Christ, the victorious king. സ്വർഗത്തിലെ സൈന്യം ജയാളിയായ രാജാവാം ക്രിസ്തുവിനെ പിന്തുടരുന്നു. എൻ്റെ അർത്ഥം ഒറ്റക്കല്ല യേശു രണ്ടാമത് വരുന്നത്. അടുത്ത ആൾ പറ, ഒറ്റക്കല്ല വരുന്നത്. ഒറ്റയ്ക്കല്ല വരുന്നത്, വലിയൊരു സൈന്യാധിപനായിട്ടാണ്. വലിയൊരു സൈന്യാധിപനായി. Excited. Number 5, the angel invites the birds to the supper of God. മഹാദൈവത്തിന്റെ അത്താഴത്തിനായി ദൂതൻ പക്ഷികളെ ക്ഷണിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ അത്താഴമല്ല, ഇത് വേറെയാണ്, പിന്നെ പറയാം. നെക്സ്റ്റ്, നമ്പർ 6, the beast, the false prophet and armies gather for the battle of Armageddon. മൃഗവും കള്ളപ്രവാചകനും സൈന്യവും ഹർമഗദോനിൽ യുദ്ധത്തിന് കൂടി വരുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഹർമഗദോൻ നടക്കാൻ പോകുന്നത്. നമ്പർ 7, the beast and false prophet are thrown into the lake of fire. മൃഗത്തിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. Hallelujah. Hallelujah. Let's go to the overview video. നമ്മൾ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോറിയുടെ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലൻസിനെ അടിച്ച് ഷേപ്പ് മാറ്റി തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ്. അടുത്ത ആളോട് പറയും, എൻ്റെ യേശു ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? വേഗത്തിൽ പോകാം, കല്യാണമാണ്. നമ്പർ 1, the multitude in heaven praises God for judging Babylon. ബാബിലോണിനെ ന്യായം വിധിച്ചതിന് സ്വർഗത്തിൽ വലിയൊരു പുരുഷാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഇനി വായിക്കാൻ പോകുന്ന ഒരു താങ്ക്സ് ഗിവിങ് സർവീസാണ്. നമ്മളിപ്പോൾ വലിയൊരു ക്രൂസൈഡ് അല്ലെങ്കിൽ വലിയൊരു ഈവൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു താങ്ക്സ് ഗിവിങ് സർവീസിന് കൂടും. ദൈവത്തിന് നന്ദി പറയാനും ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തതിന് നന്ദി പറയാനും. പങ്കെടുത്തിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ താങ്ക്സ് ഗിവിങ് സർവീസ്? നമ്മളിവിടെ ഹോളി സ്പിരിറ്റ് സിനഡിന് ശേഷം പലതിനും ശേഷം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്വർഗത്തിൽ ഒരു താങ്ക്സ് ഗിവിങ് സർവീസ് നടക്കുകയാണ്. എന്തിന്? ബാബിലോണിനെ തകർത്തതിന്. വാവ്. വേഴ്സസ് 1 to 5. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. എല്ലാവരും വിരലിൽ 1 പിടിക്കുക. 1. ഒരു ഹല്ലേലൂയ. അടുത്തത്.
2 വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ച് തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. 3 അവർ പിന്നെയും ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 4 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. 5 നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാര് ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. ഈ സെഗ്മെന്റിൽ അല്ലെങ്കിലും അടുത്തൊരു വചനം കൂടെ ഒന്ന് വായിക്കാമോ? 6 അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ. 4 ഹല്ലേലൂയ ഇങ്ങനെ കാണിക്കും. 4 19-ാം അധ്യായത്തിൽ എന്തുണ്ട്? 4 ഹല്ലേലൂയ. അത് ഓരോന്നിനും പേർപ്പസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ അതൊന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 2 സപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കണ്ടേക്ക്. 2 സപ്പറാണ് ഇതിനകത്തുള്ളത്. ഒന്നെന്താണ്? ദ വെഡ്ഡിങ് സപ്പർ ഓഫ് ദ ലാം, സെലിബ്രേഷൻ ഓഫ് യൂണിയൻ ആൻഡ് ജോയ്. നമ്പർ 2 ദ ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ്, ജഡ്ജ്മെന്റ്. ഇത് രണ്ടാണ്. തുടക്കത്തിൽ ഒരു സപ്പർ, അവസാനം ഒരു സപ്പർ. എല്ലാം 2 വെച്ചുണ്ട്. ഉദാഹരണത്തിന് 17-ാം അധ്യായത്തിൽ ഒരു പെണ്ണിനെ കണ്ടു. 19-ാം അധ്യായത്തിൽ അടുത്ത പെണ്ണിനെ കാണും. അത് എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരുന്നു, വേശ്യാസ്ത്രീ. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് ആരുടെയായിരുന്നു? ആൻറ്റൈ ക്രൈസ്റ്റിൻ്റെ ബ്രൈഡായിരുന്നു. ക്രൈസ്റ്റിൻ്റെ ബ്രൈഡ് അണിഞ്ഞൊരുങ്ങി സൂപ്പറായിട്ട് ഗ്ലാമറസ് ആയിട്ട് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാർലറിൽ നിന്നും ഇന്നിറങ്ങി വരും. കാണിച്ചു തരാം, പെങ്കൊച്ചിനെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഈ 2 സപ്പർ കിട്ടിയല്ലോ. ഇനി 4-fold പ്രൈസ്, 4-fold ഹല്ലേലൂയാസ്, 4 എണ്ണം നോക്ക്. ഫസ്റ്റ് ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ പറ. ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, ഈ പൊട്ടാസ് ഒന്നും എടുത്ത് വേണ്ട. ഈ ഇവിടെ പറഞ്ഞ പോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്തിനാണത്? ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാബിലോൺ, 1 വേൾഡ് റിലിജിയൻ. അതിനാണ് ഹല്ലേലൂയ പറഞ്ഞത്. 1 2 3 അടുത്തത് കമോൺ. For the destruction of Babylon itself, 1 world government. രണ്ടാമത്തേത് 1 world government ആണ് 18-ാം അധ്യായത്തിൽ തകർന്നത്. Number 3 1 2 3 come on. Hallelujah. A spontaneous outburst of worship because God has overcome the beast and his kingdom. അതായത് മൃഗത്തെയും അതിൻ്റെ രാജ്യത്തെയും ജയിച്ചതുകൊണ്ട് ഒരൊറ്റ ആരാധന എല്ലാവരും കൂടി ഞങ്ങൾ ആരാധിച്ചു. അതിൻ്റെയാണ് 3-ാമത്തേത്. Number 4 come on. Hallelujah. For the glorious truth that God reigns. എല്ലാം പറഞ്ഞു ദൈവം വാഴുന്നു, ദൈവം വാഴുന്നു, ദൈവം സകലത്തിൻ്റെയും മുകളിൽ വാഴുന്നു. അവൻ്റെ സിംഹാസനത്തിന് ഒരു ചെറിയൊരു ഷെയ്ക്ക് പോലും വന്നിട്ടില്ല. ഈ വിപ്ലവങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്, പലതും തകരുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് അവിടെ ഒരു പുകവണം പോലും അവിടെ അടിച്ചിട്ടില്ല. എല്ലാം ഇവിടെയാണ്. കൈകളടിച്ച് കർത്താവിന് നന്ദി പറ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. വലിയ ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടി ഭൂമിയിൽ നിന്ന് കേൾക്കട്ടെ. അത് കൊള്ളാം. ഗുഡ്. നമ്പർ 2 ദ മാരേജ് സപ്പർ ഓഫ് ദ ലാം, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന്. എത്ര നാളായി കാത്തിരിക്കുന്ന സംഭവത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എത്ര നാളായി മക്കളെ. കുഞ്ഞാടിൻ്റെ കല്യാണം, കുഞ്ഞാടിൻ്റെ കല്യാണം. 6 to 10 വായിക്കാം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് കൈ ഉയർത്തിപ്പിടിച്ചു എല്ലാവരും കൂടെ ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് എന്ത് കിട്ടി? ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വെഡിങ് ഗൗൺ.
എംബ്രോയിഡേഡ് ഗാർമെന്റ് ധരിക്കുക, ഫൈൻ ലിനൻ. വായിച്ചോ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. ആ വിശേഷ വസ്ത്രം എന്താണ്? വാട്ട് ഈസ് ദ വെഡിങ് ഗൗൺ? ഈ വെഡിങ് ഗൗൺ എന്ന് പറയുന്നത് ദ റൈച്ചസ് ആക്ട്സ് ഓഫ് ഗോഡ്സ് ഹോളി പീപ്പിൾ, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്, നല്ല പ്രവർത്തികളാണ്. അതായത് നമുക്കൊരു നീതി കിട്ടിയിട്ടുണ്ട് വിശ്വാസത്താൽ. അതെന്താണ്? ദ റൈച്ചസ്നെസ് ഓഫ് ജീസസ്, ദ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ഓഫ് ജീസസ്. ചുളുവിൽ കിട്ടിയതാണ്, സത്യം പറയാം, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. മൊത്തം നമ്മുടെ എന്താണ്, കറ പിടിച്ച തുണിയെല്ലാം കൂടി അങ്ങോട്ട് കൊടുത്തിട്ട്, ഫിൽത്തി റാഗ് അങ്ങോട്ട് കൊടുത്തിട്ട്, ക്ലീൻ ഗാർമെൻറ്റ് ഓഫ് റൈച്ചസ്നെസ് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയതാണ്. ഇതല്ല. നോ, ഈ നീതി പ്രവൃത്തികൾ ആരുടെയാണ്? യേശുവിൻ്റെ റൈച്ചസ്നെസ് അല്ല. ഈ കൂടുതൽ ശ്രദ്ധ വേണം, എനിക്ക് കൂടുതൽ ശ്രദ്ധ വേണം. അതല്ല കുഞ്ഞേ. ഇതെന്താണിത്? വിശുദ്ധന്മാരുടെ, the righteous acts of God's holy people, not Jesus's. വെഡ്ഡിങ് ഗൗണിൽ എംബ്രോയിഡറി കയറണമെങ്കിൽ എഫിഷ്യൻസ് 2:10 അവൻ നമ്മെ സൽപ്രവർത്തികൾക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളായിട്ട് ചെയ്യണം വല്ല പരിപാടി. രക്ഷ പ്രാപിക്കാൻ സൽപ്രവർത്തികൾ വേണ്ട, രക്ഷിക്കപ്പെട്ടാൽ അത് മാത്രം ചെയ്യാവൂ. ആ ഓരോ സൽപ്രവൃത്തി എവിടെ പോവും? ഇവിടെ ഗൗണിൽ എംബ്രോയിഡറി ആയിട്ട് കയറി കയറി വരും. That's what I understand. Number 9. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യം, ഇതിൽ കള്ളമൊന്നുമില്ല, ഇത് നടക്കും. ഈ കല്യാണം ഒഴിഞ്ഞു പോവില്ല. അടുത്ത ആള് പറ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഈ കല്യാണം നടക്കും. ഈ ആലോചന വരുന്ന, ഈ കേരളത്തിലെ കാര്യം, ഒരു ആലോചന വരുമ്പോഴേക്കും അകത്തൊരു സാധനമുണ്ട്, ഇത് നടക്കും, അവർ ഒഴിഞ്ഞു പോകുമോ, നോ പറയോ, എൻ്റെ ദൈവമേ. എൻഗേജ്മെൻറ്റ് നടന്നാൽ പോലും അകത്തൊരു തീയാണ്. ഏത് നിമിഷവും ഒരു കോള് വന്നാൽ എന്തിനായിരിക്കും വിളിക്കുന്നത്? പക്ഷെ ഇത് ഒഴിഞ്ഞു പോവില്ല. ദിസ് ഈസ് ഫിക്സ്ഡ് forever. ആർക്കും മാറ്റാൻ പറ്റാത്തതുപോലെ ഒരു ബെട്രോത്തൽ നടന്നിരിക്കുക. അങ്ങനെ ബാക്ക് ഔട്ട് ചെയ്യുന്നത് പോലെ ചീപ്പായിട്ടുള്ള ചെറുക്കനല്ല ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആഹാ, ഹല്ലേലൂയ. ഇനി ഏത് വചനം വായിക്കണ്ടേ? 10. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ ദാ കിടക്കുന്നു. യോഹന്നാൻ വീണ്ടും വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള മാത്രമാണ്. എനിക്കിത്തിരി വെളിച്ചമൊക്കെ കൂടുതലാണ്, പക്ഷെ നിനക്കും വെളിച്ചം കിട്ടും. ഇപ്പം നീ ശരീരത്തിലായതുകൊണ്ടാണ് എന്നെ ആരാധിക്കേണ്ട, അവൻ ആരാധിച്ച. ഇത് പല പ്രാവശ്യം സംഭവിക്കും. ദൈവത്തെ നമസ്കരിക്കാം, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ആമേൻ. 2024 ന്യൂ ഇയറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു കാര്യം പറഞ്ഞു. ദ ബ്യൂട്ടി ഓഫ് ദ ബ്രൈഡ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. ഞാനിവിടെ പറഞ്ഞത് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, എഴുതി വെച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ ഇന്ന് ഓർക്കുന്നു. ദ ബ്യൂട്ടി ഓഫ് ദ ബ്രൈഡ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. ഏത് മണവാട്ടിയുടെ കാര്യമോ? യേശുവിൻ്റെ മണവാട്ടി. 2024 ന്യൂ ഇയർ സഭയാകുന്ന യേശുവിൻ്റെ മണവാട്ടിയുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന നാളുകളാണ്. നിങ്ങളെ ഉൾപ്പെടുത്തിയാ പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെ ആത്മീയ സൗന്ദര്യം പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുവാൻ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ 28 പ്രാവശ്യത്തോളം എന്തോ ഈ കുഞ്ഞാട് 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 ഈ അധ്യായത്തിലാണോ മൊത്തത്തിലാണോ? റെവലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. റെവലേഷൻ മൊത്തത്തിൽ 28 പ്രാവശ്യം കുഞ്ഞാട് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യേശുവിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ദ ലാംബ്. ബൈബിൾ തുടങ്ങുന്നതൊരു വിവാഹത്തിലാണ്, അവസാനിക്കുന്നതും ഒരു വിവാഹത്തിലാണ്. ശ്രദ്ധിച്ചു ആരെങ്കിലും?
2-ാം അധ്യായത്തിൽ തന്നെ കല്യാണം നടന്നു. ഏറ്റവും അവസാനവും കല്യാണം. സോ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. യേശു കർത്താവ് തൻ്റെ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചൊരു കല്യാണ വീട്ടിലാണ്. വീഞ്ഞില്ലായിരുന്നു, കൊടുത്തു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഹി വാസ് എ സപ്ലയർ ഓഫ് വൈൻ. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇത് തന്നെ ചെയ്തു. 2-ാം അധ്യായത്തിൽ ആദ്യം തന്നെ വീഞ്ഞു കൊടുത്ത തുടങ്ങിയത് വൈൻ സപ്ലൈ. 2:11 എന്തോട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവർ വീഞ്ഞു കുടിച്ച് മുത്തരായിരിക്കും. യേശു കർത്താവ് ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുമ്പോൾ പറഞ്ഞു, ദൈവരാജ്യത്തിൽ നമ്മളെല്ലാവരും കൂടി ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം വരെ ഇനി ഞാനിത് കുടിക്കില്ല. അപ്പോഴേ ഒരു ഫോർകാസ്റ്റ് കൊടുത്തു, നമുക്കൊരു സപ്പർ വരുന്നുണ്ട്, ഒരു വിരുന്ന് സൽക്കാരം വരുന്നുണ്ട്. അന്നേ കർത്താവ് പറഞ്ഞു ക്രൂശിൽ കയറാൻ പോവുക. കർത്താവ് പറഞ്ഞു, മക്കളെ വലിയൊരു ഫീസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം കുരിശ്, പക്ഷേ ഇനിയൊരു ഫീസ്റ്റ് വരുന്നുണ്ട്. ഇന്ന് കുരിശ് നോക്കുന്ന എല്ലാവരോടും പറയുക, വലിയൊരു വിരിച്ചൊരുക്കിയ വലിയ വിരുന്ന് വരുന്നുണ്ട് കുഞ്ഞ്. ഈ വിവാഹത്തോടു കൂടിയാണ്, കുഞ്ഞാടിൻ്റെ കല്യാണത്തോടു കൂടിയാണ് നമ്മുടെ രക്ഷയുടെ കൺസ്യൂമേഷൻ നടക്കുന്നത്. ഞാനിവിടെ ജേർണി ഓഫ് സാൽവേഷനൊക്കെ പഠിപ്പിച്ചതൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിൽ പറഞ്ഞു പാസ്റ്റ് സാൽവേഷനുണ്ട്, പ്രസൻറ്റ് സാൽവേഷനുണ്ട്, ഫ്യൂച്ചർ സാൽവേഷനുണ്ട്. ഇവിടെയാണ് രക്ഷ പൂർത്തിയാകുകയുള്ളൂ. ഈ പോയിന്റിലാണ് 19-ാം അധ്യായത്തിൽ. അതിരിക്കട്ടെ, നമ്മുടെ പെങ്കൊച്ചിനെ കാണണ്ടേ? പെങ്കൊച്ചിനെ കാണണ്ടേ? ഇതല്ല. എങ്ങനെയുണ്ട്? ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഈ ബ്രൈഡിന് ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഈ ബ്രൈഡിന് ഇഷ്ടപ്പെട്ടു? നിങ്ങൾ ആരും കൈ കാണുന്നില്ലോ. ഇഷ്ടപ്പെട്ടു? ഈ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? ഇഷ്ടപ്പെട്ടു? നല്ല കൊച്ചാണോ? ഷി വാസ് എ ഡേർട്ടി ഗേൾ ഒരു സമയത്ത്. 2-3 അധ്യായങ്ങളിൽ എന്തെല്ലാം കുറ്റവും കുറവായിരുന്നു അവൾക്ക്. നിങ്ങളതെല്ലാം മറന്നുപോയില്ലേ? 2-3 അധ്യായങ്ങൾ കർത്താവ് പറഞ്ഞു, ഇതിനൊക്കെ ഇങ്ങനത്തെ കുറ്റമുണ്ട്, ഇങ്ങനത്തെ കുറവുണ്ട്, നീ ശരിയാക്കണം, നീ ശരിയാക്കണം. കണ്ണിന് കാഴ്ചയില്ല, ചില സമയത്ത് ബ്ലൈൻഡായി, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയുണ്ട്? നന്നായിട്ടൊന്ന് നോക്ക്. ഫ്രോക്ക് എങ്ങനെയുണ്ട്? ഗൗൺ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഈ ഗൗണിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് കാണിച്ചേ. നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്ക്. അതൊരു പെങ്കൊച്ചല്ല, ഇത് സഭയാണ്. ഇരിക്കുന്ന എല്ലാവരും, ദിസ് ഈസ് കോൾഡ് ദ കോർപ്പറേറ്റ് ബ്രൈഡ്. കണ്ടോ? പല പ്രാവശ്യം കണ്ടോ? ഇതകത്ത് പതിയട്ടെ. വാ, നമ്മളെല്ലാതിനകത്തുണ്ട്. ഈ മണവാട്ടിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇതിനകത്തുണ്ട്, ഈ മണവാട്ടിയിലുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്നറിയില്ല. ഇത് അവിടെ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവളുടെ ഫ്രോക്കിനകത്ത് എല്ലാം എന്താണ്? ഒത്തിരി മനുഷ്യരാണ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ഇന്നത്തെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഈ ബ്രൈഡ്, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഒന്നുകൂടി കൈയടിച്ച് കർത്താവിന് നന്ദി പറ. Hallelujah. Hosea chapter 2, verse number 19 and 20. I will betroth you to me forever. I will betroth you in righteousness and justice, in love and compassion. I will betroth you in faithfulness, and you will acknowledge the Lord.
ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അടുത്ത ആളോട് പറയുക, ഈ വിവാഹം ഒഴിഞ്ഞു പോവില്ല. ഈ വിവാഹം ഒഴിഞ്ഞു പോകില്ല. ഉറപ്പല്ലേ ഇവിടെ പറഞ്ഞത്? നിത്യകാലത്തേക്ക്. കേട്ടായിരുന്നോ? ഒഴിഞ്ഞു പോകുന്ന കല്യാണാലോചന അല്ലിത്. ഒഴിഞ്ഞു പോകുന്ന കല്യാണാലോചന അല്ലിത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഐ വിൽ betroth you to me forever. I will not back out. Ephesians chapter 5, 25 to 26 and 32. Husbands, love your wives just as Christ loved the church and gave himself up for her. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. 26 കേട്ടോ. To make her holy. Who is making her holy? Christ. Christ is making her holy, cleansing her by the washing with water through the word. അവൻ, അതായത് ക്രിസ്തു, അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. ഇതിനെ നമ്മൾ ഈ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് സ്നാനപ്പെടുന്നതായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ട്രാൻസ്ലേഷനിൽ വന്നൊരു കുഴപ്പമാണ്. സ്നാനം എന്നവിടെ ഉദ്ദേശിക്കുന്നത് വാഷിംഗ് വിത്ത് വാട്ടർ ത്രൂ ദ വേർഡ്. വചനത്താലുള്ള കഴുകലിനാൽ. അതിപ്പോൾ നടക്കുന്നുണ്ട്, എല്ലാ ഞായറാഴ്ച നടക്കുന്നുണ്ട്, മോർണിംഗ് ഗ്ലോറിയിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ വായിക്കുമ്പോൾ നടക്കുന്നുണ്ട്, കേൾക്കുമ്പോൾ നടക്കുന്നുണ്ട്. യോഹന്നാൻ 15:3 പറയുന്നത്, നിങ്ങൾ എന്നോട് കേട്ട വചനങ്ങൾ നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ വചനം കേൾക്കുമ്പോൾ അതിന് ക്ലെൻസിങ് പവർ ഉണ്ട്. ഡിറ്റർജൻറ്റ് പൗഡർ പോലെയാണ്. വാഷ് ചെയ്യും, ലിക്വിഡ് സോപ്പ് പോലെ വാഷ് ചെയ്യും. അങ്ങനെ ചെയ്താണ് ഈ പെങ്കൊച്ചിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെയൊക്കെ, അവിടെയൊക്കെ ചുളുക്കവും അല്ലാത്ത ഒരു ശേലമില്ലാത്തൊരു പെങ്കൊച്ചായിരുന്നു. അതിനെയാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭ എടുത്ത 2 ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എന്തെല്ലാം കുറ്റങ്ങളായിരുന്നു കർത്താവ് പറഞ്ഞത്. ചിലതുങ്ങളൊക്കെ ജീവിതം കണ്ടായിരുന്നോ? ഇമ്മൊറാലിറ്റിയിലായിരുന്നു. പക്ഷെ വചനം കൊടുത്ത് വചനം കൊണ്ട് കഴുകി അവൾക്ക് ഇപ്പോൾ ഗ്ലാമറായി, സ്കിന്നിൻ്റെ ഒക്കെ ടോൺ മാറി, അതിൻ്റെ ഇടയ്ക്ക് ഗൗൺ തയ്ക്കാൻ തുടങ്ങി, അതിൽ എംബ്രോയ്ഡറി വരാൻ തുടങ്ങി. എന്നാ ഷേലിപ്പോൾ കാണാൻ. ഈ അടുത്തരെ ഞാൻ ഇതുപോലെ ഭംഗിയുള്ളൊരു ബ്രൈഡിനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭംഗി. 27 and to present her to himself as a radiant church without stain or wrinkle or any other blemish but holy and blameless. കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തനിക്ക് തന്നെ മുൻനിർത്താൻ വേണ്ടി ആ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ യേശു തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഒരാളെ അപ്പോയിൻ്റ് ചെയ്തു, പരിശുദ്ധാത്മാവിനെ ബ്യൂട്ടീഷ്യനായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് കൊടുത്തു. ദ ചർച്ച് ഈസ് എ ബ്യൂട്ടി പാർലർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ബ്യൂട്ടീഷ്യൻ. നമ്മളെല്ലാം ഇതിനകത്ത് എന്തിനാണ് എത്തിച്ചിരിക്കുന്നത്? ഇതിലൂടെ നമ്മുടെ ബ്യൂട്ടി വർദ്ധിക്കാൻ. അതാണ് കർത്താവ് പറഞ്ഞത്, ദ ബ്യൂട്ടി ഓഫ് ദ ബ്രൈഡ് വിൽ ഇൻക്രീസ്. കാരണം വചനം ഇങ്ങനെ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ, അതിലൂടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. വേഴ്സ് നമ്പർ 32, Ephesians 5:32. This is a profound mystery, but I am talking about Christ and the church. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ വെളിപ്പാട് പുസ്തകം തുടങ്ങിയിട്ട് എത്ര മർമ്മങ്ങളായി. ഇതൊരു മർമ്മമാണ്. എന്താണ് മർമ്മം? മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്. എന്താണത്? The relationship between church and Christ. That is a profound mystery. ഇതുപോലെ തന്നെ ഒരു മർമ്മം കണ്ടു, മഹദിയാം ബാബിലോൺ. അതൊരു പെണ്ണല്ലേ, പക്ഷേ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അതൊരു മിസ്റ്ററിയാണ്. അതിനെ പുറത്തോട്ടൊന്ന് നശിപ്പിച്ചു. ഇനി ടൈം ലൈൻ കാണാം. വെഡിങ് ഓഫ് ദ ലാം ആൻഡ് ഹിസ് ബ്രൈഡ്. ഇത് ഉള്ളിൽ പതിഞ്ഞ രക്ഷപ്പെട്ടു. ഇവിടെ നോക്ക്. നൗ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചേർച്ച് ഏജ്. നമ്മളെവിടെയാ? ചേർച്ച് ഏജിലാണ്. ബെട്രോത്തൽ, സ്പിരിച്വൽ എൻഗേജ്മെൻറ്റ്. ഇപ്പോൾ എന്ത് കഴിഞ്ഞു? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക എല്ലാവരുടെയും. അടുത്ത ആളോട് പറയുക, നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. സഭയിലുള്ള സകല വ്യക്തികളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. 2 Corinthians 11:2, Ephesians 5:27.
ഡ്യൂറിങ് ട്രിബുലേഷൻ എന്ത് സംഭവിക്കും? ഈ സഭ ഇങ്ങനെ പോയി ഇനി എന്തിലൂടെ കയറും? ട്രിബുലേഷൻ, പ്രിപ്പറേഷൻ, എൻഡ്യൂറൻസ്, സാങ്ക്ടിഫിക്കേഷൻ, അതെല്ലാം. അതായത് ആ സമയത്തെ ചർച്ചിൻ്റെ കാര്യം പറയുന്നത്. അല്ലാത്തവർക്ക് ഇപ്പോഴുള്ള ഒത്തിരി കഷ്ടാനുഭവങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിലൂടെ പോയി ഒരു സാങ്ക്ടിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ ഒന്ന് വായിച്ച എല്ലാവരും ഉറക്കെ വായിക്കും, മൈക്കൊക്കെ എടുത്ത് വായിക്കും. അറ്റ് സെക്കൻഡ് കമ്മിങ് എന്ത് സംഭവിക്കും? റിസറക്ഷൻ, റാപ്ചർ, ബ്രൈഡ് പ്രസന്റഡ്. ഇവിടെയാണ് മണവാട്ടിയെ പ്രസന്റ് ചെയ്യുന്നത്. എവിടെ? യേശു രണ്ടാമത് വരുന്ന സമയത്ത്. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എന്ത് സംഭവിക്കും? വെഡിങ് സപ്പർ ബിഗിൻസ്. അതിനുശേഷം എന്താണ്? മില്ലേനിയം. വാട്ട് ഈസ് ദാറ്റ്? ഓൺഗോയിങ് സെലിബ്രേഷൻ പ്ലസ് കോറെയിനിങ് എന്ന് പറഞ്ഞാൽ കൂടെ വാഴും. അടുത്ത ആളെ നിങ്ങൾ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുമെന്ന്. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. അത് സഹിച്ചില്ലെങ്കിലോ കൂടെ വാഴാൻ പോകുന്നില്ല. ഇപ്പം സഹിക്കണം. ഇന്ന് കർത്താവിന് വേണ്ടി സഹിച്ചു നിൽക്കുന്നവർക്ക്, പിടിച്ചു നിൽക്കുന്നവർക്ക് അവിടെ കൂടെ വാഴാം. എവിടെ? 1000 ആണ്ട് യേശുവിനോടൊപ്പം വാഴും. അടുത്തത് ന്യൂ ജെറൂസലേം. അതിനുശേഷം ഇറ്റേണൽ യൂണിയൻ, ഫൈനൽ ഫുൾഫിൽമെന്റ്. റെവല്യൂഷൻ 21 തുടങ്ങി അങ്ങോട്ട് കിടക്കുക. നമ്പർ 3 വായിക്കാം. ദ റൈഡർ ഓൺ ദ വൈറ്റ് ഹോഴ്സ്, the second coming of Christ. വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. 11-13. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ഇതാണ് വെളിപാട് പുസ്തകത്തിൽ യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഡെപ്പിക്ഷൻ. ഇവിടെയാണ് യേശു വരുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇത് വരും അതിൻ്റെ പല പ്രിവ്യൂ ഒക്കെ കാണിച്ചെങ്കിലും ദ റിയൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മാറ്റി എഴുതുള്ളൂ. പക്ഷേ കാര്യം മനസ്സിലായല്ലോ. വെഡ്ഡിങ് ആദ്യം പറഞ്ഞു, അതിനുശേഷമാണ് ഇത് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, എല്ലാം കൂടി ഒരുമിച്ച് എഴുതാൻ പറ്റില്ലല്ലോ. പല സീനുകൾ ക്യാമറ കാണിക്കുന്ന പോലെ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പല വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടും. 5ാമത്തെ ബൗൾ ഒഴിച്ച സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 5th ബൗളിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു പവർ കട്ടുണ്ടായി. ഇല്ല, ഓർമ്മയില്ല, അന്നുണ്ടായില്ല. 5ാമത്തെ സാത്താൻ്റെ രാജ്യം മുഴുവൻ ഇരുണ്ടു. ഭയങ്കര ഒരു പവർ കട്ടുണ്ടായത് ഓർമ്മയുണ്ടോ? കൂരാക്കൂരി ഇരുട്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് സൂര്യൻ എന്താണ് കരിമ്പടം പോലെ കറുത്തു പോകുന്ന അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. ഇടയ്ക്ക് 3-ൽ നിന്ന് പോയായിരുന്നു. കാഹളത്തിൻ്റെ സമയത്ത് 3-ൽ നിന്ന് ലൈറ്റ് പോയി, മൊത്തത്തിൽ അങ്ങ് ഇരുളും. ഓക്കെ, ആ ഇരുട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം ഭയങ്കര കൊള്ളിയാണ് മിന്നുന്നത് പോലൊരു വെളിച്ചം വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സീനൊന്ന് ആലോചിച്ച് നോക്കുക. ഇരുട്ടിൽ ഇരിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ അത് കാണാത്ത ആരും ഉണ്ടാവില്ല. ആ സെറ്റിംഗ് മനസ്സിലായോ? ഇതും മത്തായി സുവിശേഷത്തിലുള്ള ഭാഗങ്ങൾ 24 ഭാഗങ്ങളൊക്കെ കൂടി ചേർത്ത് വെക്കണം. ആ സമയത്ത് ഒരു ഇരുട്ടിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് യേശുവിൻ്റെ വെളിച്ചം അങ്ങ് തെളിഞ്ഞ് നീതിയൻ സൂര്യനായി അവനിങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. It will be a flash of divine glory that will pierce pitch darkness. It is not a natural lightning. It will be the appearance, the glorious appearance of Jesus. യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഇതുപോലൊരു ലൈറ്റ് ഇതിനു മുമ്പ് ഭൂമിയിൽ അടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ലൈറ്റ് അടിക്കും. That is the glory of the Lord. ഞാനൊക്കെ എന്തൊക്കെയാണ് ധരിച്ച് സീക്രട്ടായിട്ട് കള്ളനെ പോലെ വന്ന് ഈ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊന്നും അല്ല സംഭവം. വരവിങ്ങനെയാണ്. ഒരടി കൊടുക്കുക.
സഡൻ, ബ്രില്യൻറ്റ്, വേൾഡ് വൈഡ്. ആ സമയത്താണ് ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ ഈ സൺഡേ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കയറും. ഈ സൺഡേ ആരും മിസ് ചെയ്തേക്കല്ലേ. സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസാണ് ഈ സൺഡേ പറയാനിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ യേശു വരുന്ന സമയത്ത് അവിടെ അവൻ്റെ ആ വരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെളുത്ത കുതിരപ്പുറത്താണ് വരുന്നതെന്ന് പറയാം, അവിടെ എഴുതിയിട്ടുണ്ട്. കൂടാതെ ചില പേരുകൾ, ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, ദ വേർഡ് ഓഫ് ഗാഡ്, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ലേ? കുറേ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഐസ് ലൈക്ക്, പിന്നെ കുറേ ഇത് അവൻ്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. പക്ഷേ ഇതൊന്ന് നോക്കാം. 7 വേഴ്സസ് ഇൻ റെവലേഷൻ അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ്. ഇത് നോക്കിയേ. ഈ വെളിപാട് പുസ്തകത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് 7 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞത് 1:7 ഇറ്റ് വാസ് എ പ്രോഫറ്റിക് അനൗൺസ്മെൻറ്റ്. 3:11 പറഞ്ഞു ഇറ്റ് വാസ് എ പ്രോഫറ്റിക് പ്രോമിസ്. 16:15 പറഞ്ഞു ദാറ്റ് വാസ് എ പ്രോഫറ്റിക്കൽ വാർണിംഗ്. എന്നാൽ ഇവിടെ 19:11 മുതൽ 16 വരെ എന്താണ്? ആക്ച്വൽ ഡെപ്പിക്ഷൻ. അവിടെയാണ് ശരിക്കും കർത്താവ് വരുന്നത്. ഇനി 3 കൂടിയുണ്ട്. അടുത്തതിലേക്ക് പോകാം. ഇവിടെ നോക്കുക, 22:7 അതായത് അവസാന അധ്യായത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട്. അതെന്താണ്? പ്രൊഫറ്റിക് പ്രോമിസ്, പ്രൊഫറ്റിക് പ്രോമിസ്, പ്രൊഫറ്റിക് പ്രോമിസ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഇങ്ങനെ 7 സ്ഥലത്താണ് യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. 5-ാമത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ 4 അവിടെ പറഞ്ഞു, 5 ഭൂമിയിൽ. 4, ദി ആർമീസ് ഓഫ് ഹെവൻ ഫോളോ ക്രൈസ്റ്റ് ദ വിക്ടോറിയസ് കിങ്. സ്വർഗത്തിലെ സൈന്യം ജയാളിയായ രാജാവാം ക്രിസ്തുവിനെ പിന്തുടരുന്നു. ഓക്കെ, റെവലേഷൻ 14:16. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ആഹാ, അപ്പോൾ യേശുവിന് മാത്രമല്ല കുതിര ഓടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഊട്ടി പോയപ്പോഴോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയോ? കുതിരപ്പുറത്ത് ഒരു പ്രാവശ്യം കയറി. ശരിക്കും കുതിര സവാരി വരാൻ പോകുന്നേ ഉള്ളൂ. യേശുവിന് മാത്രമല്ല, ഒത്തിരി കുതിരകളുണ്ട് അവിടെ. തരും. തുടർന്ന് വായിക്കാം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് പിള്ളേർ ടാറ്റു അടിക്കാൻ പോകുന്നത്. യേശുവിന് തൊടയിൽ ടാറ്റു ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാത്തിനും വചനമുണ്ടല്ലോ. മദ്യപിക്കാനായിട്ട് വചനമുണ്ട്, ദൈവമില്ലെന്ന് പറയാൻ വചനമുണ്ട്. പക്ഷെ അത് പറഞ്ഞത് മൂഢന്മാരാണെന്നേ ഉള്ളൂ. ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. പക്ഷേ ദർ ഈസ് നോ ഗാഡ്. ദ ഫൂൾ സേസ് എന്നുള്ള വിട്ട് കളയും. ഫൂൾ സേസ് ദർ ഈസ് നോ ഗാഡ്. എല്ലാത്തിനും വചനമുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇനി സൈന്യം ഇങ്ങോട്ട് ഇറങ്ങുവാണ്. എങ്ങോട്ട്? ഭൂമിയിലേക്ക് ഇറങ്ങുവാണ്. ഇതിനു മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ച സീക്വൻസ് ഞാൻ ഇതിന് ശേഷം കാണിക്കാം. മുകളിലാണ് പോയി, ഇതിനുള്ളിൽ എന്ത് റെസറക്ഷനും ഇതെല്ലാം റാപ്ചറൊക്കെ കഴിഞ്ഞു. ഇവിടെ അതിന് ശേഷം വന്നു, ഭൂമിയിലേക്ക് എല്ലാവരും കൂടി ഇറങ്ങി വരികയാണ്. വെള്ളക്കുതിരപ്പുറത്ത് ഒരു ആർമിയായിട്ടാണ് വരുന്നത്. ജൂഡ് 1:14-15 വായിക്കുമ്പോൾ, Enoch the 7th from Adam prophesied about them. See, the Lord is coming with thousands upon thousands of holy ones to judge everyone. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഓക്കെ, അതല്ല ഞാൻ എന്താ വായിച്ച യൂദായുടെ ലേഖനം 1:14-15. ആരെങ്കിലും വായിക്കാമോ? വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
ആയിരം ആദാം മുതൽ ഏഴാമനായ ഹനോക്കും ഇതിനെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. ആ ഒരു വരവാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. എങ്ങോട്ടാ വരുന്നത്? ഭൂമി. അപ്പം നമ്മൾ വിചാരിക്കും ഈ ബാബിലോൺ തകർത്തു, അത് തകർത്തു എന്ന് പറയും. പിന്നെ ഇപ്പോൾ ഭൂമിയിൽ ആ ഒരു മനുഷ്യൻ നോ മില്യൺസ് അപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ബാക്കിയുള്ളത് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഒരു ചാർട്ടൊക്കെ ഇനി നാളെ പറയാം, എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത് സഹസ്രാബ്ദത്തിൽ എത്തുന്നതെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ആളുകൾ കുറേ എണ്ണം അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ സഹസ്രാബ്ദത്തിലേക്ക് പോകാൻ ആളുണ്ടാവും. മത്സരികളെയാണ് കർത്താവ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യേശുവിൻ്റെ വരവിൽ, ഭൂമിയിലേക്കുള്ള വരവിൽ, മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവനെ എതിരേൽക്കാൻ അങ്ങോട്ട് പോയി. അതിനുശേഷം അവനെ എതിരേറ്റ് നമ്മളൊരു സൈന്യമായി ഇങ്ങോട്ട് വരുന്നതിന് ന്യായം വിധിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്. താഴേക്ക് ഇനി ഇറങ്ങി വരുന്നത്, ഭൂമിയിലേക്ക് വരുന്നത് ന്യായം വിധിക്കാനാണ്. നേരെ സ്പോട്ട് എവിടെയാ? ഒലിവമല. ആ ഒലിവമലയാണ് രണ്ടായി പിളരുന്നത്. അപ്പോൾ റാപ്ചേർഡ് ആൻഡ് ഗ്ലോറിഫൈഡ് സെയിൻസ് അവനോടൊപ്പം ഉണ്ട്. We will be a part of the heavenly army. ചിന്തിച്ചിട്ടില്ല? ഇപ്പോഴെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിക്കോ. സ്വർഗീയ സൈന്യത്തിൽ നമ്മുടെ ഇപ്പോൾ വന്നില്ല 1000 വിശുദ്ധന്മാർ ഒരു സൈന്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സൈന്യത്തിൽ നമ്മളൊന്നുണ്ട്. എപ്പോഴെങ്കിലും പട്ടാളത്തിലൊക്കെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്നിവിടെ ആരുമില്ല. എന്നാൽ ആർമിയിലൊന്ന് സേവനമനുഷ്ഠിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ട്. ഹെവൻലി ആർമിയിൽ എൻറോൾ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, പോയാലും ഒന്നും ചെയ്യേണ്ടി വരില്ല. അതിന് കാരണം കർത്താവ് ഏകനായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം കർത്താവ് ചെയ്തോളും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. വെപ്പൺ എവിടെയാണെന്നറിയാമോ? വായിൽ നിന്ന് പുറപ്പെടുന്ന വാള. ദിസ് വേർഡ് ഈസ് നോട്ട് എ ഫിസിക്കൽ ബ്ലേഡ് ബട്ട് ദ സ്പോക്കൺ വേർഡ്. മനസ്സിലായോ? സാധാരണ ഒരു ബ്ലേഡ് അല്ല ഇത്. പിന്നെന്താണ്? തൻ്റെ വായിലെ വചനത്തെ. 2 കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന് തൻ്റെ വായിലെ വചനത്താൽ, 2 വായിലെ ശ്വാസത്താൽ. ഒന്ന് കാണിക്കുന്നു വചനം, രണ്ടാമത്തത് ശ്വാസം. ദ ബ്രെത്ത് ഓഫ് ഗോഡ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. 2 കാര്യങ്ങൾ. വചനത്താലും ആത്മാവിനാലും സകലത്തെയും തകർക്കും. പ്രൈസ് ഗോഡ്. സകല ജാതികൾ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2:9 പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 2:9 അത് കിടപ്പുണ്ട്. അവിടെ ഒരു മുന്തിരിച്ചക്ക ചവിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹി ട്രെഡ്സ് ദ വൈൻ പ്രസ് ഓഫ് ദ ഫ്യൂറി ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ്. അത് എഴുതി വെക്കുക. ഐസയ 63 and verse number 3. അതിൽ ഐ ഹാവ് ട്രോഡൻ ദ വൈൻ പ്രസ് അലോൺ. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക ചവിട്ടി. കേട്ടിട്ടുണ്ടാവും രചന? ഏകനായി ഞാൻ മുന്തിരിച്ചക്ക ചവിട്ടി. ആ രംഗമാണ് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്. റെവലേഷൻ 19:15 പറയുന്നുണ്ട്, ഹി ട്രെഡ്സ് ദ വൈൻ പ്രസ് ഓഫ് ദ ഫ്യൂറി ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ് ഓൾമൈറ്റി. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ചക്ക ചവിട്ടിയെന്നു അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. റെവലേഷൻ 14:19-10 അതിൽ പറയുന്നുണ്ട്, ദ ഗ്രേറ്റ് വൈൻ പ്രസ് ഓഫ് ഗോഡ്സ് റാത്ത് ദേ വർ ട്രാംപിൾഡ് ഇൻ ദ വൈൻ പ്രസ് ഔട്ട്സൈഡ് ദ സിറ്റി. നഗരത്തിന് പുറത്ത് ഒരു മുന്തിരിച്ചക്ക ചവിട്ടിയ കാര്യം പറയുന്നുണ്ട്. റെവലേഷൻ 19:13 അവിടെ പറയുന്നുണ്ട്, റോബ്ഡ് ഡിപ്ഡ് ഇൻ ബ്ലഡ്. ഇപ്പോൾ വന്നിരിക്കുന്ന യേശുവിൻ്റെ ഉടുപ്പിൽ ചോര തളിച്ചിട്ടുണ്ട്. അതെന്താണ്? ക്രൂശിൽ വെച്ച് തെറിച്ചത്? നോ, ആ ചോരയല്ല ഇത് ശത്രുക്കളുടെ ചോരയാണ്. എൻ്റെ മക്കളെ, ആദ്യത്തെ വരവിൽ യേശുവിനെ ക്രൂശിക്കുമ്പോൾ തൻ്റെ ചോര ശത്രുക്കളുടെ മേൽ തെറിച്ചു. പക്ഷേ ഈ വരവിൽ തിരിച്ചാണ്. ശത്രുക്കളുടെ ചോര തൻ്റെ ഉടുപ്പിലാകും. അതിൻ്റെ അർത്ഥം അതുപോലെ സകലത്തെ സ്മാഷ് ചെയ്യാൻ പോവാം. കൂടെ ഉണ്ടോ മക്കളെ? ഞാൻ വലിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചാൽ ഇതൊക്കെ പറയുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൻ്റെ ഉടുപ്പിന്മേൽ ഇതൊക്കെ എഴുതിയിരിക്കുന്ന കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. രാജാതിരാജാവും കർത്താതികർത്താവും. ഈ പഴയ ട്രാൻസ്ലേഷൻ KJV തുടങ്ങിയ എല്ലാത്തിലും അത് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് ബ്ലോക്ക് ലെറ്റേഴ്സിലാണ്. എന്തുപോലെ ദി ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് എഴുതിയ പോലെ തന്നെ ഒരു വലിയ ലേബൽ ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 5, ദ ഏഞ്ചൽ ഇൻവൈറ്റ്സ് എ ബ്രൈഡ് ടു ദി സപ്പർ ഓഫ് ഗോഡ്.
birds to the supper of God. മഹാദൈവത്തിന്റെ അത്താഴത്തിനായി ദൂതൻ പക്ഷികളെ ക്ഷണിക്കുന്നു. ഇനി അടുത്തത് ഒരു ദൂതൻ ക്ഷണിക്കുന്നത് വായിച്ചു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്ന് കൂടുവീൻ എന്നുറക്കി വിളിച്ചു പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ അത്താഴം. വെഡ്ഡിങ് ഫീസ്റ്റ് അല്ല ഇത്. ഇതെന്താണിത്? പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. ദൂതം വന്നിട്ട് ലോകത്തിലുള്ള എല്ലാ പക്ഷികളോടും വരാൻ പറയാം. കാരണം കർത്താവ് ഭൂമിയിലേക്ക് വന്ന്, ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു വാലി ഇവിടെ കാണിച്ചായിരുന്നു, അർമഗദോൻ വാലി. ആ വാലിയിൽ ഈ സമയം കൊണ്ട് എന്ത് ചെയ്തേക്കുവാണ്? ഭൂമിയിലെ സകല 3 തവള പോയത് ഓർക്കുന്നുണ്ടോ? എല്ലാവരെയും ക്യാൻവസ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തിയേക്കുക. അർമഗദോൻ വാലി തുടങ്ങി അങ്ങ് കിഡ്രോൻ വാലി വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു പട്ടാളം. ഇതിനെ കൈകാര്യം ചെയ്യാനാണ് ആർമിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവിടെ വെച്ച് തൻ്റെ ശ്വാസത്താൽ വായിലെ വചനത്താൽ സകലത്തെ നശിപ്പിക്കുന്ന സമയത്ത് ചോര ഒഴുകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒഴുക്കിനെ കുറിച്ചൊക്കെ വർണ്ണനയുണ്ട്. ആ സമയത്ത് ഡെഡ് ബോഡികൾ ഇങ്ങനെ നിരന്ന് കിടക്കും. അത് തിന്നാനായിട്ട് അതാണ് സപ്പർ. ദ ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിനെതിരെ മത്സരിച്ച അർമഗദോൻ യുദ്ധത്തിലെ പട്ടാളത്തിലെ സകലരെയും എൻ്റെ ഡെഡ് ബോഡി തിന്നാൻ വൾച്ചേഴ്സിനെ വിളിക്കുകയാണ്. Hallelujah. Hallelujah. Praise God. Number 6, the beast, false prophet and armies gather for the battle of Armageddon. മൃഗവും കള്ളപ്രവാചകനും സൈന്യവും ഹർമഗദോനിൽ യുദ്ധത്തിന് കൂടി വരുന്നു. 19 കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. ഇതാണ് അർമഗദോൻ യുദ്ധം. 16:16 പറഞ്ഞത്, 16 പറഞ്ഞ അർമഗദോൻ യുദ്ധം ഇവിടെയാണ് നടക്കുന്നത്. സെഖറിയ 14:6 and 7 എഴുതുക. അവിടെ പ്രത്യേകിച്ച് ഇറ്റ് വിൽ ബി എ യുണീക്ക് ഡേ, a day known only to the Lord, with no distinction between day and night. When evening comes, there will be light. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അതായത് ഒരു പ്രത്യേക ഫിനോമിനൺ അന്ന് നേച്ചറിലുണ്ടാവും. രാത്രി ഇപ്പം ഗ്ലോബിൻ്റെ അപ്പുറം ഇപ്പുറം രാത്രിയും പകലും അല്ലേ, അതങ്ങ് പോവും. കാരണം കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്ന തേജസ് കൊണ്ട് ദ ഹോൾ ഗ്ലോബ് വിൽ ബി ലിറ്റ്. ശ്രദ്ധിച്ചില്ല, മിസ്സായി. കേട്ടായിരുന്നു? ആ ഒരു യുണീക്ക് ഡേ വരികയാണ്. ആ യുണീക്ക് ഡേയിൽ ആദ്യം ഇരുട്ടായിരുന്നു, പവർ കട്ടായിരുന്നു. അതിനുശേഷം കർത്താവ് ഇങ്ങ് വന്ന് ആദ്യം ഒരു കൊള്ളിയാണ് പോലെ, ഒരു ഇടിമിന്നൽ പോലെ തോന്നിയുള്ളൂ. പക്ഷേ ഇറങ്ങി എവിടെ ഇറങ്ങിയപ്പോൾ? ഒലിവുമലയുടെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രകാശം, ഇത് തന്നെ നിത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. വൈദ്യുതി വിളക്കുകൾ ഒന്നും വേണ്ട, കുഞ്ഞാട് തന്നെ. ദ ലാമ്പ് ഈസ് ദ ലാമ്പ്. കുഞ്ഞാട് തന്നെ അതിൻ്റെ വിളക്കായി മാറുന്നു. അവൻ്റെ വെളിച്ചത്തിൽ ജാതികൾ നടക്കും. ഹി ഹിംസെൽഫ് ഈസ് ദ ലൈറ്റ്. അപ്പോൾ ഇത് കർത്താവ് താഴെ ഇറങ്ങി വന്നേക്കുക. അതൊരു പ്രത്യേക ദിവസമാണ്. രാത്രിയും പകലും ഗ്ലോബിൻ്റെ 2 ഹെമിസ്ഫിയറുകളിലില്ല. അതിനെക്കുറിച്ച് സെഖരിയാവ് എഴുതി വെച്ചിരിക്കുന്നത്. സെഖരിയാവ് 12:10 അവിടെ പറയുന്നുണ്ട്, ദേ വിൽ ലുക്ക് ഓൺ മീ. അന്ന് കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു. ഈ വരവിലും ഒക്കെ പറഞ്ഞു കർത്താവിനെ ഉപദ്രവിക്കുന്നത്. 2 അർത്ഥത്തിലെടുക്കാം. ഒന്ന്, അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന് പറയുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദജനം അവനിലേക്ക് തിരിയുന്നു. 2, അവനെ അന്ന് ഒറിജിനലി പീഡിപ്പിച്ച ആളുകൾ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭയങ്കര ഒരു സംഭവമാണ്, ഒരു ചരിത്ര സംഭവമാണ്. സ്പിരിറ്റ് വേൾഡിലുള്ളവർ ഇത് കാണും, ഭൂമിയിലുള്ളവർ ഇത് കാണും. അപ്പോൾ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന് പറയുമ്പോൾ അതും ഇതും എല്ലാം പെട്ടു. എത്ര പേരാമൻ പറയും? ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കൈകളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ ചാപ്റ്റർ തീരുകയാണ്. ഹല്ലേലൂയ. Number 7, the beast and the false prophet are thrown into the lake of fire. മൃഗത്തിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. 20 and 21. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി
ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോട് തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്നു. സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ബേർഡ്സിനെയൊക്കെ വിളിച്ചില്ലേ, അത് ഇതാണ്. ചെറിയൊരു ക്ലൂ തരാം, സൺഡേ കുറച്ചുകൂടി പറയാമെന്ന് വിചാരിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 17 ലാസ്റ്റ് വേഴ്സിൽ കർത്താവ് ഇങ്ങനെ ഈ അന്ത്യകാല സംഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചു. കർത്താവ് ഉത്തരം പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറഞ്ഞു. ആരെങ്കിലും കേട്ടവരുണ്ടോ? ഇതാണ് ആ സംഭവം. അവൻ്റെ വരവിൽ ഇത് സംഭവിക്കും. Where there is carcass, vultures shall gather together. അതിതാണ്. ആദ്യമായിട്ട് ഈ ലേക്ക് ഓഫ് ഫയറിലേക്ക് ഇടുന്ന കാഴ്ച കണ്ടായിരുന്നോ? എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും എന്ത് ചെയ്യുന്നു? തീപ്പൊയ്യയിലേക്ക്. എത്ര നാളായി കർത്താവ് പറയുന്നത്, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. ഓരോ പ്രാവശ്യം കർത്താവ് പറയും, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന. ഞാനൊരു ചാർട്ട് കൂടെ കാണിച്ച് പ്രാർത്ഥിച്ചു വിടാം. ക്രോണോളജിക്കൽ സീക്വൻസ് ഫ്രം ട്രിബുലേഷൻ ടു മില്ലേനിയൽ റെയിൻ ഓഫ് ക്രൈസ്റ്റ്. ആദ്യം സംഭവിക്കുന്നത് വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ, അതായത് മുദ്രകൾ പൊട്ടിക്കാൻ തുടങ്ങിയില്ലേ, 1-ാം മുദ്ര പൊട്ടിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ചെറുതായിട്ട് ആര് വന്നു? ആൻറ്റി ക്രൈസ്റ്റ് നയരൂപത്തിൽ വന്നു. ഒരു പീസ് പാക്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. അടുത്തത് ഉടനെ തന്നെ ട്രിബുലേഷൻ തുടങ്ങി. പിന്നെന്താണ്? 42 മാസം ഈ മൃഗം അഥവാ ആൻറ്റി ക്രൈസ്റ്റ് ഭരിക്കുന്നു. ലാസ്റ്റ് ട്രംപറ്റ് ഊതുന്നു. ക്രൈസ്റ്റ് റിട്ടേൺസ് ഓൺ വൈറ്റ് ഹോഴ്സ്. പിന്നെന്താ? റാപ്ചർ ആൻഡ് റിസറക്ഷൻ നടക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. മില്ലേനിയൽ റെയിൻ ബിഗിൻസ് എന്ന് നാളെ ഒറ്റ അധ്യായമുള്ളൂ. ഓൺലി 20th ചാപ്റ്റർ. നന്നായി വായിച്ചുകൊണ്ട് വരണം. ഹെവിയാണ്. ഹെവി ലോഡ് ഓഫ് ഇൻഫർമേഷൻ. ഹെവി ലോഡ്. ലാസ്റ്റ് ഡേ 21 and 22 ഒരുമിച്ചാണ്. നാളെ ഒറ്റ അധ്യായമുള്ളൂ. കാരണം അത്രത്തോളം കാര്യങ്ങൾ ആ ഒറ്റ അധ്യായത്തിനകത്തിരിപ്പുണ്ട്. നമ്മളത് നാളെ എക്സ്പ്ലോർ ചെയ്യും. പ്രാർത്ഥിച്ചാലോ? എല്ലാവരും നെഞ്ചിലേക്ക് കൈവയ്ക്കുക. പുനഃസമർപ്പണത്തിനും സമർപ്പണത്തിനുമുള്ള സമയമാണ്. ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. ചേർന്ന് പറയാം ഉറക്കെ, യേശുവേ, ഇന്ന് കേൾപ്പിച്ച എല്ലാ വെളിപാടുകൾക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. പിതാവിന് നന്ദി പറയുന്നു. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയം പൂർണ്ണമായി യേശുവിനായി സമർപ്പിക്കുന്നു. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും പിടിച്ചു നിൽക്കുവാൻ നിന്റെ കൃപ എനിക്ക് നൽകണമേ. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ മഹത്വത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ഒരു കൈ നെഞ്ചിൽ വെച്ച് മറ്റേ കൈ ഉയർത്തിപ്പിടിക്കാം. ഉറക്കെ പറയാം, യേശു എന്റെ കർത്താവാണ്, എന്റെ രക്ഷകനാണ്, എന്റെ ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ.